Hi everyone, welcome back. Today we are going to discuss some questions from inverse trigonometry functions. Are you ready? Okay. Miscellaneous exercise question number 9. Prove that tan inverse root x is equal to 1 by 2 cos inverse 1 minus x divided by 1 plus x. Okay. അപ്പോൾ നമുക്ക് LHS എടുക്കാം. tan inverse റൂട്ട് എക്സ് ഈസ് ഈക്വൽ ടു ഇതാണ് നമ്മുടെ LHS എന്ന് പറയും. അപ്പോൾ നമുക്കറിയാം, നമുക്ക് 2 tan ഇൻവേഴ്സ് എക്സിൻ്റെ ഫോർമുല നമുക്കറിയാമല്ലോ. എന്താ 2 tan ഇൻവേഴ്സ് എക്സ് ഇൻ ടേംസ് ഓഫ് കോസ് ഇൻവേഴ്സ്. നമ്മളെങ്ങനെ എഴുതുന്നത്? കോസ് ഇൻവേഴ്സ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, ഇതല്ലേ നമ്മൾ ഫോർമുല പഠിച്ചിരിക്കുന്നത്? 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. Am I correct? ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ടാൻ ഇൻവേഴ്സ് റൂട്ട് എക്സാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് 2 ടാൻ ഇൻവേഴ്സ് വേണം. അപ്പോൾ നമുക്കിവിടെ 2 ടാൻ ഇൻവേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ വാല്യൂവിന് ചേഞ്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് 1/2 ഇൻറ്റു 2 ടാൻ ഇൻവേഴ്സ് റൂട്ട് എക്സ് എന്ന് കിട്ടി. Am I correct? ഓക്കെ, ഇനി നമുക്ക് ഈ 2 ടാൻ ഇൻവേഴ്സ് റൂട്ട് എക്സ് നമുക്ക് എടുക്കാം. 2 ടാൻ ഇൻവേഴ്സ് റൂട്ട് എക്സ്. അപ്പോൾ നമ്മൾ 1/2 അതുപോലെ തന്നെ എഴുതുക. ഇനി 2 ടാൻ ഇൻവേഴ്സ് റൂട്ട് എക്സ്. അപ്പോൾ ഇവിടെ 2 ടാൻ ഇൻവേഴ്സ് എക്സിനാണ് നമ്മൾ കോസ് ഇൻവേഴ്സ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് എഴുതിയത്. അപ്പം നമുക്ക് 2 ടാൻ ഇൻവേഴ്സ് റൂട്ട് എക്സ് ആണെങ്കിൽ നമ്മളെങ്ങനെ എഴുതും? കോസ് ഇൻവേഴ്സ്. ഓക്കെ, ഇതിൻ്റെ സ്ക്വയറാണ് ഇവിടെ വരണത് അല്ലേ? അപ്പം നമുക്ക് 1 മൈനസ് റൂട്ട് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ. Am I correct? അതുപോലെ തന്നെ ഇവിടെ എഴുതുക. നോക്കിക്കേ, അപ്പോൾ നമ്മൾ എന്തെഴുതാൻ പോകണം ഇവിടെ? കോസ് ഇൻവേഴ്സ് 1 മൈനസ് റൂട്ട് എക്സ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു കോസ് ഇൻവേഴ്സ് 1 മൈനസ് റൂട്ട് എക്സ് ദ ഹോൾ സ്ക്വയർ മീൻസ് എക്സ്. 1 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ്. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു RHS. ഈസി അല്ലേ? അപ്പം നമുക്ക് ടാൻ ഇൻവേഴ്സ് റൂട്ട് എക്സ് ആയിരുന്നു LHS. അപ്പം നമ്മളതിനെ 2 ടാൻ ഇൻവേഴ്സ് എക്സ് ഫോമിലാക്കാൻ വേണ്ടിയിട്ട് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. അപ്പം നമുക്ക് 2 ടാൻ ഇൻവേഴ്സ് റൂട്ട് എക്സ് നമ്മൾ കോസ് ഇൻവേഴ്സിലാണ് നമുക്ക് ആൻസർ വേണ്ടത്. അതുകൊണ്ട് കോസ് ഇൻവേഴ്സിൻ്റെ ഫോർമുല നമ്മൾ എഴുതി കൊടുത്തു. കോസ് ഇൻവേഴ്സ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ നമുക്ക് റൂട്ട് എക്സ് ആണ്. അപ്പോൾ 1 മൈനസ് റൂട്ട് എക്സ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 1 പ്ലസ് റൂട്ട് എക്സ് ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് കണ്ടോ 1/2 ഇൻറ്റു കോസ് ഇൻവേഴ്സ് 1 റൂട്ട് എക്സ് സ്ക്വയർ മീൻസ് എക്സ്. അപ്പോൾ 1 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ്. അതാണ് നമ്മുടെ RHS. ഓക്കെ, 10th question. Prove that cot inverse root of 1 plus sin x plus root of 1 minus sin x divided by root of 1 plus sin x minus root of 1 minus sin x. അപ്പോൾ നമുക്ക് ഇതിൽ ആദ്യം root of 1 plus sin x എടുക്കാം. root of 1 plus sin x that is equal to root of cos square x by 2 plus sin square x by 2 plus 2 sin x by 2 cos x by 2. അത് മനസ്സിലായോ? നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ 1ന് cos square x by 2 plus sin square x by 2 plus cos square x by 2 ആണ്. അത് തിരിച്ചിട്ട് കൊടുത്തേക്ക്. അപ്പോൾ നമുക്ക് ഇത് ഒരു പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. ഓക്കെ, cos square x by 2 plus sin square x by 2 ആക്കിയിട്ട് കൊടുക്കുക. ഓക്കെ, പ്ലസ് ഇനി sin 2x എന്ന് പറഞ്ഞാൽ 2 sin x cos x ആണല്ലോ. അപ്പോൾ സൈൻ എക്സിന് നമ്മൾ എങ്ങനെ എഴുതും? 2 sin x by 2 cos x by 2. അണ്ടർസ്റ്റുഡ്? ഓക്കെ, ഇതെന്താ ഇത് നോക്കിക്കേ. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് 2ab എന്ന് പറഞ്ഞാൽ a പ്ലസ് b ദ ഹോൾ സ്ക്വയർ cos x by 2 പ്ലസ് sin x by 2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു cos x by 2 പ്ലസ് സൈൻ എക്സ് ബൈ 2. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ 1ന് പകരം കോസ് സ്ക്വയർ എക്സ് ബൈ 2 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2, ഇതിന് പകരം സൈൻ എക്സിന് പകരം 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2. അപ്പൊ നമുക്ക്
എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മോഡലിലേക്ക് വന്നു. അപ്പൊ റൂട്ട് ഓഫ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ആണ്. അപ്പൊ നമുക്ക് കോസ് എക്സ് ബൈ ടു പ്ലസ് സൈൻ എക്സ് ബൈ ടു കിട്ടി. അപ്പൊ ഇതിവിടെ നമുക്ക് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് വരുമ്പോൾ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ എക്സ് എന്ന് പറയുന്നത് നമുക്ക് കോസ് എക്സ് ബൈ ടു മൈനസ് സൈൻ എക്സ് ബൈ ടു വരും. മനസ്സിലായല്ലോ? ഇവിടെ റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എക്സ് വന്നപ്പോൾ നമുക്ക് കോസ് എക്സ് ബൈ ടു പ്ലസ് സൈൻ എക്സ് ബൈ ടു, ഇവിടെ മാത്രമല്ലേ വ്യത്യാസം വരുള്ളൂ. അപ്പൊ ഇവിടെയല്ലേ വ്യത്യാസം വരുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവരും ഇതിനെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. കോട്ട് ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എക്സ് മീൻസ് കോസ് എക്സ് ബൈ ടു, കോസ് എക്സ് ബൈ ടു പ്ലസ് സൈൻ എക്സ് ബൈ ടു പ്ലസ് root of 1 minus sin x means cos x by 2 minus sin x by 2 divided by root of 1 plus sin x. Root of 1 plus sin x means that is cos x by 2 plus sin x by 2. Okay, then minus next cos x by 2 minus sin x by 2. So we can write here cos x by 2 plus sin x by 2. മനസ്സിലായല്ലോ? പ്ലസ് വന്ന് എങ്ങനെയാന്ന് ഇവിടെ മൈനസ് വന്നതുകൊണ്ട് മൈനസ് കോസ് എക്സ് ബൈ ടു മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് സൈൻ എക്സ് ബൈ ടു. ഓക്കെ, അപ്പൊ നമുക്കിവിടെ സൈൻ എക്സ് ബൈ ടു മൈനസ് സൈൻ എക്സ് ബൈ ടു ക്യാൻസൽ. ഹിയർ കോസ് എക്സ് ബൈ ടു മൈനസ് കോസ് എക്സ് ബൈ ടു ക്യാൻസൽ. Then we will get cot inverse cos x by 2 plus cos x by 2 means 2 cos x by 2 divided by here 2 sin x by 2. 2 sin x by 2. 2 and 2 cancel. Then we will get cot inverse cot x by 2. Cot inverse cot x by 2 means that is x by 2. കണ്ടോ? That is x by 2. നോക്കിക്കേ, അതല്ല നമ്മുടെ ആൻസർ. നോക്കിക്കേ, x by 2. ഓക്കെ, എളുപ്പമാണല്ലേ? അതെ, ഒന്നുമില്ല. ആദ്യം നമ്മൾ റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എക്സ് അല്ല ചെയ്ത് വെക്കുക. റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കോസ് ഇങ്ങനെ തിരിച്ചിട്ടരുത് കേട്ടോ. തിരിച്ച് കോസ് സ്ക്വയർ എക്സ് ബൈ 2 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്നാൽ നമുക്ക് കോട്ടിൽ ആൻസർ വരുള്ളൂ. ഓക്കെ, അപ്പൊ കോസ് സ്ക്വയർ എക്സ് ബൈ 2 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2 പ്ലസ് 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2. അപ്പൊ നമുക്ക് റൂട്ട് ഓഫ് കോസ് എക്സ് ബൈ 2 പ്ലസ് സൈൻ എക്സ് ബൈ 2 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ നമുക്ക് കോസ് എക്സ് ബൈ 2 പ്ലസ് സൈൻ എക്സ്. Similarly, root of 1 minus sin x means cos x by 2 minus sin x by 2. Okay. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് sin x by 2 minus sin x by 2 cancel. Then denominator cos x by 2 minus cos x by 2 cancel. Then we will get cos x by 2 plus cos x by 2 means 2 cos x by 2 divided by 2 sin x by 2. Then cos x by 2 divided by sin x by 2 means that is cot x by 2. Cot inverse cot means that is x by 2. Okay. മനസ്സിലായില്ലേ? ടീച്ചറിന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് ഇതിന്റെ മിസ്ലേനിയസ് എക്സസൈസിലെ അടുത്ത പ്രോബ്ലവുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.